ഇന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശ പഠനത്തിന് പോകുന്നത് ഒരു പുതിയ കാര്യമല്ല. ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഓരോ വർഷവും റെക്കോർഡ് തോതിൽ ഉയരുകയാണ്. അമേരിക്ക, കാനഡ, UK, ഓസ്ട്രേലിയ തുടങ്ങി രാജ്യങ്ങളിലേക്ക് പോകുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളിൽ പലരും ഒരു പൊതുവായ കാര്യമാണ് ചെയ്യുന്നത്. എന്താണെന്നാൽ വിദ്യാഭ്യാസ വായ്പ എടുക്കുന്നത്. പക്ഷേ ഒരു സാധാരണ ചോദ്യം പലർക്കും ഉണ്ട്. വിദേശത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശരാശരി എത്ര രൂപ വായ്പ എടുക്കുന്നു? ഇന്നത്തെ വീഡിയോയിൽ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ വിദേശ വിദ്യാഭ്യാസം എന്നത് ട്യൂഷൻ ഫീ മാത്രമല്ല. യൂണിവേഴ്സിറ്റി ഫീസ്, ഹോസ്റ്റൽ, ഫുഡ്, ഇൻഷുറൻസ്, വിസ ചാർജസ്, എയർ ഫെയർ, ബുക്സ്, ഡെയിലി എക്സ്പെൻസസ് ഇതെല്ലാം കൂടി വരുമ്പോൾ ചിലവ് വളരെ വലുതാകുന്നു. അതുകൊണ്ടാണ് പല കുടുംബങ്ങളും എഡ്യൂക്കേഷൻ ലോണിനെ ആശ്രയിക്കുന്നത്. ഉദാഹരണത്തിന് കാനഡയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ സാധാരണയായി 25 മുതൽ 35 ലക്ഷം രൂപ വരെ വായ്പ എടുക്കാറുണ്ട്. UK പോകുന്നവർ 30 ലക്ഷം മുതൽ 40 ലക്ഷം രൂപ വരെ എത്താം. ഓസ്ട്രേലിയയിൽ ട്യൂഷൻ ഫീ, ലിവിംഗ് എക്സ്പെൻസസും കൂടുതലായതിനാൽ പലരും 40 ലക്ഷം മുതൽ 60 ലക്ഷം രൂപ വരെ ലോൺ എടുക്കുന്നു. USA സ്ഥിതി അതിലും വലുതാണ്. ടോപ്പ് യൂണിവേഴ്സിറ്റീസ്, മാസ്റ്റർ പ്രോഗ്രാംസ്, MBA, STEM കോഴ്സസ് എന്നിവയ്ക്കായി 50 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ ലോൺ എടുക്കുന്ന വിദ്യാർത്ഥികളും ഉണ്ട്. അതായത് ഇന്ന് വിദേശ വിദ്യാഭ്യാസം എന്നത് പല കുടുംബങ്ങൾക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തീരുമാനങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം, എഡ്യൂക്കേഷൻ ലോണിന് 2 തരത്തിലാണ് ലഭിക്കുന്നത്. ഒന്നാമത്തേത് കൊളാട്രൽ ഫ്രീ ലോൺ, അതായത് വീട്, ഭൂമി, പ്രോപ്പർട്ടി ഒന്നും പണയം വയ്ക്കാതെ ലഭിക്കുന്ന വായ്പ. ചില പ്രൈവറ്റ് ബാങ്കുകളും NBFCകളും 40 മുതൽ 75 ലക്ഷം രൂപ വരെ കൊളാട്രൽ ഇല്ലാതെ നൽകുന്നുണ്ട്. പക്ഷേ അതിന് യൂണിവേഴ്സിറ്റി റാങ്കിംഗ്, സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ, ഫ്യൂച്ചർ ജോബ് പ്രോസ്പെക്റ്റ് തുടങ്ങിയവ വളരെ പ്രധാനമാണ്. രണ്ടാമത്തേത് സെക്യൂർഡ് ലോൺ. ഇവിടെ വീട്, ഫ്ലാറ്റ്, ലാൻഡ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് തുടങ്ങിയ അസറ്റുകൾ കൊളാട്രലായി നൽകണം. പക്ഷേ ഇതിൻ്റെ ഗുണം എന്താണെന്നാൽ വളരെ വലിയ തുകകൾ വരെ ലഭിക്കും. ചില കേസുകളിൽ 1.5 കോടി മുതൽ 3 കോടി രൂപ വരെ പോലും ലഭിക്കാറുണ്ട്. ഇനി ഒരു വലിയ തെറ്റിദ്ധാരണ കൂടിയുണ്ട്. പലരും കരുതുന്നത് ലോൺ കിട്ടിയാൽ മുഴുവൻ ചെലവും ബാങ്ക് നൽകുമെന്നാണ്. പക്ഷേ പല പബ്ലിക് സെക്ടർ ബാങ്കുകളും മാർജിൻ മണി എന്നൊരു സംവിധാനമുണ്ട്. ഉദാഹരണത്തിന് കോഴ്സിൻ്റെ മൊത്തം ചെലവ് 40 ലക്ഷമാണെങ്കിൽ അതിൻ്റെ 15% മുതൽ 25% വരെ വിദ്യാർത്ഥിയോ കുടുംബമോ സ്വന്തം കയ്യിൽ നിന്ന് നൽകേണ്ടി വരാം. അതായത് ബാങ്ക് മുഴുവൻ തുകയും നൽകണമെന്നില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം റീപേയ്മെൻ്റ് ആണ്. പല വിദ്യാർത്ഥികളും പേടിക്കുന്നത് ഇതാണ്. സാധാരണയായി പഠനം പൂർത്തിയാക്കുന്നതുവരെ EMI അടയ്ക്കേണ്ടതില്ല. കോഴ്സ് തീർന്ന ശേഷം കുറച്ച് മാസത്തെ മൊണറ്റേറിയം പീരീഡ് ലഭിക്കും. അതിനുശേഷമാണ് EMI ആരംഭിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. വിദേശത്ത് നല്ല ജോലി കിട്ടിയാൽ ലോൺ റീപേയ്മെൻറ്റ് മാനേജബിൾ ആയിരിക്കും. എന്നാൽ ജോലി വൈകുകയോ പ്രതീക്ഷിച്ച ശമ്പളം ലഭിക്കാതിരിക്കുകയോ ചെയ്താലോ വലിയ സാമ്പത്തിക സമ്മർദ്ദം ഉണ്ടാകും. അതിനാൽ വിദേശ പഠനത്തിന് ലോൺ എടുക്കുന്നതിന് മുമ്പ് യൂണിവേഴ്സിറ്റിയുടെ ക്വാളിറ്റി, കോഴ്സ് ഡിമാൻഡ്, ഫ്യൂച്ചർ ജോബ് മാർക്കറ്റ്, എക്സ്പെക്റ്റഡ് സാലറി എന്നിവ കൃത്യമായി വിലയിരുത്തേണ്ടതാണ് വളരെ പ്രധാനം. കാരണം എഡ്യൂക്കേഷൻ ലോൺ ഒരു ചെലവ് മാത്രമല്ല, അത് ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപം കൂടിയാണ്. പക്ഷേ ശരിയായ പ്ലാനിംഗ് ഇല്ലെങ്കിൽ ആ നിക്ഷേപം ഒരു വലിയ കടബാധ്യതയായി മാറാനും സാധ്യതയുണ്ട്. അതിനാൽ വിദേശത്ത് പഠിക്കാൻ പോകുന്നവർ ഒരു സ്വപ്നം മാത്രം കാണാതെ ആ സ്വപ്നത്തിൻ്റെ സാമ്പത്തിക യാഥാർത്ഥ്യവും മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതാണ്. കാരണം ഇന്ന് പല ഇന്ത്യൻ വിദ്യാർത്ഥികളും 15 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെയും ചിലർ 1 കോടി രൂപയ്ക്ക് മുകളിലും എഡ്യൂക്കേഷൻ ലോൺ എടുത്താണ് ലോകത്തിലെ മികച്ച സർവകലാശാലകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചോദ്യം ഇതാണ്: വിദേശ വിദ്യാഭ്യാസം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണോ അതോ ഒരു ഫിനാൻഷ്യൽ റിസ്ക് ആണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ഇത്തരം കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഫോളോ ചെയ്യൂ.